+1 മാത്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻ ആൻഡ് ഫങ്ഷൻസ്. ഇതിൽ നമുക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത് 2 ടോപ്പിക് മാത്രമേ ഉള്ളൂ. ഒന്ന് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്ത്, അതേപോലെ സം ഓഫ് ഫങ്ഷൻസ് ആൻഡ് ദയർ ഗ്രാഫ്സ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഉണ്ട്, അത് പഠിക്കാനില്ല. ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷൻ പഠിക്കാനില്ല. ഈ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഗ്രാഫുകൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ റിലേഷൻ എന്താണെന്ന് പഠിക്കാനുണ്ട്. ഇനി നമ്മുടെ ഫംഗ്ഷന്റെ ആൾജിബ്രൈക് ഫോംസ് ഉണ്ട്, അതും നമുക്ക് പഠിക്കാനില്ല, ബീജഗണിത രീതി. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് സിമ്പിൾ ആയിട്ട് അത് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ആകെ 2 ടോപ്പിക്കേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ടോപ്പിക്കിലേക്ക് പോകാം. ആദ്യത്തെ ടോപ്പിക്ക് റിലേഷൻ ആണ്. നമ്മുടെ നിത്യജീവിതത്തിൽ പറയുന്നത് തന്നെയാണ് റിലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, രാജുവിൻ്റെ അച്ഛനാണ് ഗോപാലൻ. ഇത് നമ്മൾ റിലേഷൻ പറയുന്നുണ്ട്. തിരിച്ച് ഇങ്ങോട്ട് പറയുകയാണെങ്കിലോ, ഗോപാലന്റെ മകനാണ് രാജു. രാജുവിന്റെ അച്ഛനാണ് ഗോപാലൻ എന്ന് പറയുമ്പോൾ തിരിച്ചും ഗോപാലന്റെ അച്ഛനാണ് രാജു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതേപോലെ വേറൊരു എക്സാമ്പിൾ നോക്കാം. സുനിതയുടെ സഹോദരനാണ് സൂരജ്. ഇതും ഒരു റിലേഷനാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ച് സൂരജ് സുനിതയുടെ സഹോദരനല്ല, പകരം എന്താ, സഹോദരിയാണ്. അപ്പോൾ നമ്മൾ റിലേഷൻ പറയുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പറയുന്ന അതേപോലെ തിരിച്ച് ഇങ്ങോട്ട് പറയാൻ കഴിഞ്ഞോളണമെന്നില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ പറയാൻ പറ്റും. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സൂരജും രാജുവും സഹോദരന്മാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂരജിന്റെ സഹോദരനാണ് രാജു, തിരിച്ച് രാജുവിനും പറയാം രാജുവിന്റെ സഹോദരനാണ് ആര്, സൂരജ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ റിലേഷൻ പറയാറുണ്ട്. ഇതിപ്പോ നമ്മുടെ വീട്ടിൽ, ഒരാളുടെ വീട്ടിൽ പറയുന്ന കാര്യങ്ങളാണ്. അതല്ലാതെയും ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആളുകളുടെ അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു വസ്തുക്കൾ തമ്മിലുള്ള റിലേഷൻ, ബന്ധങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ റിലേഷൻ പറയുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇതിൽ ഈ 2 എണ്ണം വെച്ചാണ് നമ്മൾ സാധാരണ റിലേഷൻ പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ മാത്സിൽ റിലേഷനായി പറയുമ്പോൾ ഇത് ഒരു ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കണം. ഇതിനെ ഓർഡേർഡ് പെയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓർഡേർഡ് പെയറിൽ രാജുവും ഗോപാലും തമ്മിലുള്ള റിലേഷൻ. അതേപോലെ ഓർഡേർഡ് പെയറിൽ നമ്മൾ എഴുതുന്നത് സുനിതയും സൂരജും തമ്മിലുള്ള റിലേഷൻ. അതേപോലെ സൂരജും രാജുവും തമ്മിലുള്ള റിലേഷൻ. ഈ രൂപത്തിലാണ് നമ്മൾ റിലേഷനെ എഴുതുന്നത്. നമ്മൾ മാത്സിൽ നമ്പർ ഉപയോഗിച്ച് നമ്മൾ പറയാറുണ്ട്, റിലേഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ എ എന്ന് പറയുന്ന സെറ്റില് എ ബി സി ഡി എന്ന് പറയുന്ന അക്ഷരങ്ങളുണ്ട്. ബി എന്ന് പറയുന്ന സെറ്റില് 1 2 3 എന്ന് പറയുന്ന അക്ഷരങ്ങളുണ്ട്. അപ്പൊ നമുക്കിതില് റിലേഷനെ സാധാരണ നമ്മൾ സൂചിപ്പിക്കുന്നത് R എന്ന് പറയുന്ന അക്ഷരമാണ്. നിങ്ങൾ റിയൽ നമ്പറിന് ഒരു 6 കണ്ടിട്ടുണ്ടാവും. അത് ഒന്നല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിലോ ഇത് കട്ടി കൂട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ 6ന്റെ ഇവിടെ ഒരു ലൈന് കൂടി വരും. ഇങ്ങനെ ഈ ഭാഗം മാത്രം കട്ടി കൂട്ടിയിട്ടും വരാം. അപ്പൊ ഇത് റിയൽ നമ്പറിന്റെയാണ്, അതായത് എല്ലാ നമ്പറിന്റെയും ഉൾപ്പെട്ടിട്ടുള്ള ഒരു സംഖ്യ, അതിന് റിയൽ നമ്പർ എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ വെറും 6 എഴുതി, സാധാരണ 6 എഴുതി കഴിഞ്ഞാൽ അത് റിലേഷനെയാണ് സാധാരണ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് റിലേഷൻ നമ്മൾ സാധാരണ എഴുതുന്നത് സെറ്റിന്റെ ഉള്ളിലാണ് എഴുതുന്നത്. R = ഇനി നമുക്ക് ഏതെങ്കിലും സംഖ്യകൾ നമ്മൾ റിലേഷൻ എഴുതാം. ഇപ്പോ A2, എയും 2ഉം തമ്മിൽ റിലേഷൻ ഉണ്ട്. എന്താ റിലേഷൻ നമ്മൾ പറയുന്നില്ല, എന്ത് വേണമെങ്കിലും ആകാം. അതേപോലെ ബിയും 3ഉം തമ്മിൽ റിലേഷൻ ഉണ്ട്. ഇനി സിക്ക് റിലേഷൻ ഇല്ല വിചാരിക്കുക, ഇത് ബ്രാക്കറ്റിലാണ് എഴുതുന്നത്. ഇനി ഡിയും 3ഉം തമ്മിൽ റിലേഷൻ ഉണ്ട്. ഈ രൂപത്തിലാണ് നമ്മൾ റിലേഷൻ എഴുതുന്നത്. ഇപ്പോ ഈ എഴുതിയിട്ടുള്ളത് റോസ്റ്റർ ഫോമിലാണ്. അത് ചില ക്വസ്റ്റ്യനൊക്കെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ തരും. നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലാണ് ക്വസ്റ്റ്യൻ തരാറ്. അതിൽ നിന്ന് ഈ രൂപത്തിലേക്ക് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുന്ന രീതിയും. ഇനി ഇതന്നെ നമുക്കൊരു ചിത്ര രൂപത്തില് വരും, അതാണ് ആരോ ഡയഗ്രം. അതിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ രൂപത്തിൽ എഴുതുന്നതാണ് ആരോ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പൊ ഇത് എ എന്ന് പറയുന്ന സെറ്റ്, ഇത് ബി എന്ന് പറയുന്ന സെറ്റ്. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ R എന്ന് പറയുന്നു. അപ്പോൾ എയിലുള്ള സെറ്റിന് നമ്മൾ എ ബി സി ഡി എന്ന് കൊടുത്തു. അതേപോലെ ബിയിലുള്ള സെറ്റ് 1 2 3. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എയിൽ നിന്ന് 2ലേക്ക് ഒരു റിലേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കും. എയിൽ നിന്ന് 2ലേക്ക് ഒരു റിലേഷൻ ഉണ്ട്.
ബിയിൽ നിന്ന് 3ലേക്ക് ഒരു റിലേഷൻ ഉണ്ട്, അത് വരച്ചു കൊടുത്തു. സിയിൽ നിന്ന് റിലേഷൻ ഇല്ല. അതേപോലെ ഡിയിൽ നിന്ന് 3ലേക്ക് റിലേഷൻ ഉണ്ട്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ഇതിനെ ആരോ ഡയഗണൽ എന്ന രൂപത്തിൽ നമ്മൾ റിലേഷൻ അടയാളപ്പെടുത്തുന്നത്. റിലേഷൻ പറയുന്നത് 3 രീതിയിലാണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ ആരോ ഡയഗ്രത്തിലും പറയാറുണ്ട്, ഇത് റോസ്റ്റർ ഫോമിൽ പറയാറുണ്ട്, ഇനി സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ 3 രീതിയിലാണ് പൊതുവെ നമ്മൾ ഒരു റിലേഷൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എയിൽ നിന്ന് 3ലേക്ക് ബിയിൽ നിന്നും ഡിയിൽ നിന്നും 3ലേക്ക് 2 റിലേഷൻ പോയിട്ടുണ്ട്, അതിന് കുഴപ്പമില്ല. പിന്നെ സിയിൽക്കും 1നും ഇവിടെ റിലേഷൻ ഇല്ല, അതിനും കുഴപ്പമില്ല. അപ്പൊ എല്ലാറ്റിനും റിലേഷൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതേപോലെ ഈ എന്റെ ഇമേജ് ആണ് 2. അപ്പൊ ഇതിലുള്ള ഈ എക്ക് നമ്മൾ റിലേഷൻ പോകുന്ന ആ നമ്പറിനെ ഇമേജ് എന്നാണ് പറയുന്നത്. ഈ വരക്കുന്നതിനെ മാപ്പിംഗ് എന്ന് പറയും, എയിൽ നിന്ന് 2ലേക്കുള്ള മാപ്പിംഗ്. അപ്പൊ എന്റെ ഇമേജ് ആണ് 2, ഡിന്റെ ഇമേജ് 3, ബിന്റെ ഇമേജും ഏത് തന്നെയാണ് 3 ആണ്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ റിലേഷൻ എഴുതുന്നത്. ഇനി ഇതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഡൊമൈൻ അതേപോലെ റേഞ്ച്, ഇനി കോഡൊമൈൻ, ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഒരു റിലേഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ഡൊമൈനും റേഞ്ചും കോഡൊമൈനും എഴുതാൻ. അപ്പൊ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ സെറ്റ്, റിലേഷൻ ഏത് സെറ്റിൽ നിന്നാണ് പോകുന്നത് എന്ന് നോക്കാം. നമ്മൾ റിലേഷൻ എ ഫ്രം ടു ബി എന്ന് പറയുന്നതിനെ ചുരുക്കിയിട്ട് എഴുതുന്നത് റിലേഷൻ ആർ ഫ്രം എ ടു ബി, ഈ രൂപത്തിലാണ് എഴുതാറ്. റിലേഷൻ ആർ ഫ്രം എ ടു ബി എന്ന് എഴുതാറുണ്ട്. ഇനി റിലേഷൻ ആർ ഫ്രം ചിലപ്പോൾ അതേ സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്ക് തന്നെ വരും. ഇവിടെ നമ്മൾ അത് നെക്സ്റ്റ് പറയാം. ഇവിടെ 2 സെറ്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ എന്ന് പറയുന്ന സെറ്റിൽ ആർക്കൊക്കെയാണോ അപ്പുറത്ത് ഇമേജ് ഉള്ളത് ആ നമ്പറുകളെ അല്ലെങ്കിൽ ആ സംഖ്യകളെ എന്താണോ ആ എലമെന്റ്സിലെ ആ അംഗങ്ങളെ മാത്രം എഴുതിയെടുക്കുക, അതൊരു സെറ്റാക്കി എഴുതിയെടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തതുപോലെ ഓർഡേർഡ് പെയർ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ എക്ക് ഇവിടെ ഇമേജ് ഉണ്ട്, അപ്പോൾ ഇതിന്റെ ഡൊമൈനിൽ എ വരുന്നുണ്ട്. ഇനി ബിക്ക് ഇമേജ് ഉണ്ട്, അപ്പോൾ ബി വരുന്നുണ്ട്. ഡിക്ക് ഇമേജ് ഉണ്ട്, അപ്പോൾ ഡിയും വരുന്നുണ്ട്. സിക്ക് ഇമേജ് ഇല്ലാത്തത് കൊണ്ട് അത് ഡൊമൈനിൽ വരില്ല. ഇനി ഇതേപോലെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആദ്യത്തെ സെറ്റിൽ നിന്ന് ഏതിലേക്കാണോ മാപ്പിംഗ് പോകുന്നത് ആ നമ്പറുകൾ മാത്രം. അപ്പൊ ഇതിലെ മാപ്പിംഗ് പോകുന്നത് 2ഉം 3ഉം ഉണ്ട്. അപ്പൊ റേഞ്ച് 2, 3. ഇതിൽ ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് എയിൽ നിന്ന് 2ലേക്ക് ഒരു മാപ്പിംഗ് കാണാം, ബിയിൽ നിന്നും ഡിയിൽ നിന്നും 3ലേക്ക് മാപ്പിംഗ് ഉണ്ട്. അപ്പൊ 2 തവണ 3 വരുന്നുണ്ടെങ്കിലും നമ്മൾ സെറ്റ് എഴുതുമ്പോൾ എപ്പോഴും അതിൽ റിപ്പീറ്റേഷൻ വരാൻ പാടില്ല എന്നാണ്. ഒരു എലമെന്റ് വീണ്ടും എഴുതാൻ പാടില്ല. അപ്പോൾ 3 2 തവണ ഉണ്ടെങ്കിലും ഒരു തവണ എഴുതിയാൽ മതി. ഇതാണ് റേഞ്ച്. ഇനി കോഡൊമൈൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ റിലേഷൻ പറയുമ്പോൾ ഏതിൽ നിന്ന് ഏതിലേക്കാണെന്ന് നോക്കുക. എയിൽ നിന്ന് ബിയിലേക്കാണ്, അപ്പൊ രണ്ടാമത്തെ സെറ്റ് ബി ആണ്. ആ ബി എന്ന് പറയുന്ന സെറ്റിന് മുഴുവനായിട്ടാണ് നമ്മൾ കോഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പൊ സെറ്റ് ബി എന്ന് എഴുതാം, അല്ലെങ്കിൽ അതിന്റെ എലമെന്റ്സ് എഴുതി കൊടുക്കാം 1 2 3. അപ്പൊ ഈ രൂപത്തിലാണ് നമുക്ക് റേഞ്ച്, ഡൊമൈന്, റേഞ്ച്, കോഡൊമൈൻ എന്നുള്ളതൊക്കെ എഴുതുന്നത്. അത് നമുക്ക് ഈ റോസ്റ്റർ ഫോമിൽ നിന്നും കണ്ടെത്താം. ഇതേപോലെ ആരോ ഡയഗ്രം വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ റോസ്റ്റർ ഫോമിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാകും, ആദ്യത്തെ നമ്പറുകളൊക്കെ ആയിരിക്കും ഡൊമൈൻ ആയിട്ട് വരുന്നത്. ഇനി ഓരോ ഓർഡേർഡ് പെയറിലും ആദ്യം വരുന്ന അക്ഷരങ്ങളോ നമ്പറുകളോ എന്താണോ അത് ഇവിടെ നമ്മൾ അക്ഷരങ്ങളോ കൊടുത്തിട്ടുള്ളത്, അപ്പൊ അത് മാത്രമാണ് ഇതിന്റെ ഡൊമൈൻ. ഇനി അവിടെ നോക്കിയാൽ കാണാം എ ബി ഡി. റേഞ്ച് എന്ന് പറയുമ്പോൾ ഈ രണ്ടാമത്തെ വരുന്ന നമ്പറുകൾ 2 3 3 ആണ്. 3 2 തവണ വന്നുകൊണ്ട് നമുക്ക് ഒരു തവണ എഴുതിയാൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതിന്റെ റേഞ്ച് കണ്ടെത്താം. എന്നാൽ ഈ റോസ്റ്റർ ഫോമിൽ നിന്ന് സെറ്റ് എ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം സെറ്റ് എയിൽ ഈ എയും ബിയും ഡിയും മാത്രമല്ല, ചിലപ്പോൾ ഇങ്ങനെ സെറ്റ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എഴുതാൻ കഴിയില്ല. ഈ പിന്നെ ഡൊമൈനും റേഞ്ചും എഴുതാം, പക്ഷെ കോഡൊമൈൻ എഴുതാൻ കഴിയില്ല. അപ്പോൾ സെറ്റ് തന്നിട്ടുണ്ടോ നോക്കുക, അതിലെ എലമെന്റ്സ് എല്ലാം ഉണ്ടോ നോക്കുക, എന്നാൽ മാത്രമേ നമുക്ക് കോഡൊമൈൻ എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് സെറ്റിലെ എല്ലാ അംഗങ്ങളെയും കിട്ടില്ല, എന്നാൽ കുറച്ച് അംഗങ്ങളെ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ മിക്കവാറും ക്വസ്റ്റ്യനിൽ സെറ്റ് എയും ബിയും എന്ന് തന്നിട്ടുണ്ടാകും. തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കോഡൊമൈൻ എഴുതാൻ കഴിയില്ല, കാരണം ബി എന്ന് പറയുന്ന സെറ്റിൽ എല്ലാം ഉണ്ടോ എന്ന് അറിയില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന റിലേഷനിൽ ബി എന്ന് പറയുന്ന സെറ്റിൽ എല്ലാ അംഗങ്ങളും ഉണ്ട് എന്നുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് എഴുതാൻ കഴിയുന്നതാണ്. ഇനി ഇത് റോസ്റ്റർ ഫോമിൽ നമ്മൾ പറഞ്ഞു, അതേപോലെ ആരോ ഡയഗ്രത്തിലും പറഞ്ഞു.
ഇനി ഇത് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ പറയാമെന്ന് കൂടി നോക്കാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ ഞാൻ ഒരു ആരോ ഡയഗ്രത്തിന്റെ രണ്ട് ഇത് വരച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ പറയുന്നത് ഇപ്പൊ ഇവിടെ എ ബി എന്ന് പറയുന്ന സെറ്റുകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ എ സമം ബി സമം എന്ന് ഇങ്ങനെ ആരോ ഡയഗ്രം തന്നിട്ടുണ്ടെങ്കിൽ എ സമം ബി സമം എന്ന് പറഞ്ഞ് രണ്ട് സെറ്റ് തരണം നിർബന്ധമല്ല. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൽ മുഴുവൻ സെറ്റ് ഉണ്ടാവും. എന്നാൽ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ അതിൽ എല്ലാ എലമെന്റ്സും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൽ എല്ലാ എലമെന്റ്സും ഉണ്ടാവും. നമ്മൾ ഇനി ചെയ്യുന്നത് റിലേഷൻ ഫ്രം എ ടു ബി ആണ്. എയിൽ നിന്ന് ബിയിലേക്കാണ് നമുക്ക് റിലേഷൻ വേണ്ടത്. അപ്പൊ ആ റിലേഷൻ എന്ന് പറയുന്നത് ഇതിലെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. എയിൽ പറയുന്ന എലമെന്റ്സിന്റെ കൂടെയൊക്കെ ഒന്ന് കൂട്ടിയ സംഖ്യ അപ്പുറത്തുള്ളത്. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ഓരോ എലമെന്റിലും കൂടി ഒന്ന് കൂട്ടിയാൽ കിട്ടുന്ന ഇമേജ് ഇതിലുണ്ടോ എന്ന് നോക്കുക. അതിലേക്കാണ് നമുക്ക് റിലേഷൻ വേണ്ടത്, ബി എന്ന് പറഞ്ഞ സെറ്റിലേക്ക്. അപ്പോൾ 0ന്റെ കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടാം? 1 കിട്ടും. അപ്പോൾ 1ലേക്ക് മാപ്പിംഗ് ഉണ്ട്, അതിന് ഇമേജ് ഉണ്ട്. ഇനി 1ൽ കൂടി ഒന്ന് കൂട്ടി എത്രയാണ്? 2. 2ന്റെ ഇമേജ് ഇതിലുണ്ടാവും? ഇല്ല. അപ്പോൾ 1ന് ഇമേജ് ഇതിലില്ല. ഇനി 2ൽ കൂടി ഒന്ന് കൂട്ടിയാൽ 3, ആ 3 ഇവിടെ ഉണ്ട്, അതിന് മാപ്പിംഗ് കൊടുക്കുക. 3ൽ കൂടി ഒന്ന് കൂട്ടിയാൽ 4, ആ 4 ഇവിടെ ഉണ്ട്, മാപ്പിംഗ് കൊടുത്തു. 4ൽ കൂടി ഒന്ന് കൂട്ടിയാൽ 5, അത് ഇവിടെ അല്ല, അതുകൊണ്ട് മാപ്പിംഗ് കൊടുക്കണ്ട. അപ്പൊ ഇത് ആരോ ഡയഗ്രം ആണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാം? ആർ ഈക്വൽ ടു സെറ്റിന്റെ ഉള്ളിലാണ് എഴുതേണ്ടത്. എങ്ങനെ എഴുതേണ്ടത്? ഓർഡേർഡ് പെയർ ആക്കിയിട്ടാണ് എഴുതുക. ഓർഡേർഡ് പെയർ എന്ന് എഴുതുക പറഞ്ഞാൽ ബ്രാക്കറ്റിലാണ് എഴുതുന്നത്. അപ്പോൾ ആദ്യം എഴുതുന്നത് പിന്നെ എയിൽ നിന്ന് ബിയിലേക്കാണ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിന്റെ എലമെന്റ്സ് ആണ് ആദ്യം എഴുതേണ്ടത്. അപ്പോ 0ൽ നിന്ന് 1ലേക്ക് മാപ്പിംഗ് ഉണ്ട്, അതുകൊണ്ട് 0 1 എന്ന് എഴുതി കൊടുക്കാം. ഇനി രണ്ടാമത്തത് 1ൽ നിന്ന് മാപ്പിംഗ് ഇല്ല, അതുകൊണ്ട് അത് എഴുതണ്ട. ഈ 2ൽ നിന്ന് 3ലേക്ക് മാപ്പിംഗ് ഉണ്ട്, അപ്പൊ 2 3 എന്ന് എഴുതാം. ഇനി 3ൽ നിന്ന് 4ലേക്ക് മാപ്പിംഗ് ഉണ്ട്, അപ്പോ 3 4 എന്ന് എഴുതാം. 4ൽ നിന്ന് മാപ്പിംഗ് ഇല്ല, അതുകൊണ്ട് ഇനി അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ റിലേഷൻ. ഇത് റോസ്റ്റർ ഫോമിൽ കിട്ടിയ റിലേഷൻ ആണ്. ഇനി നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാന്നുള്ളത് നോക്കാം. ആർ ഈക്വൽ ടു നമ്മളിവിടെ ഓരോ എലമെന്റ്സും എഴുതുന്നത് ഓർഡേർഡ് പെയർ ആക്കിയിട്ടാണ് എഴുതുന്നത്. അപ്പൊ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കണം. ഇതിലുള്ള ഓരോ എലമെന്റ്സിനും നമ്മൾ എക്സ് വൈ എന്ന് വിളിക്കുന്നത് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ എന്ന് കൊടുത്തു. അത് എ ബി ഏതും ആണെങ്കിലും ആകാം. ഇതിലുള്ള എല്ലാ ബ്രാക്കറ്റിലെയും ആദ്യത്തതിന് എക്സും രണ്ടാമത്തതിന് വൈയും ആയിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പോ ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് ഇനി എന്ത് പറയും? നമ്മൾ പറയുന്നത് ഇതിനെയാണ് നമ്മൾ വൈ എന്ന് വിളിക്കുന്നത്, ഇതിനെയാണ് എക്സ് എന്ന് വിളിക്കുന്നത്. എക്സിൽ കൂടി ഒന്ന് കൂട്ടിയാൽ എന്ത് കിട്ടണം? വൈയിലുള്ളത് കിട്ടണം. അപ്പോ ഇതിന്റെ ആൻസർ നമ്മൾ എഴുതുന്നത് വൈ സമം എക്സ് പ്ലസ് 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ എക്സ് പ്ലസ് 1 സമം വൈ എന്ന് എഴുതാം. രണ്ടും സെയിം ആണ്, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ വൈ സമം എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സിലുള്ള എലമെന്റ്സ് പിന്നെ അതിന് ഓരോന്നിൽ കൂടി ഒന്ന് കൂട്ടിയാൽ നമുക്ക് വൈ കിട്ടുമെന്നാണ്. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ആർ ഫ്രം എ ടു ബി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഈ എക്സ് എന്നുള്ളത് എയിലും വൈ എന്നുള്ളത് ബിയിലുമുള്ള എലമെന്റ്സിനെ പൊതുവായിട്ട് പറയുന്നതാണ്. ഇതിലെ ഓരോ എലമെന്റ്സിനും നമ്മൾ എല്ലാം ഇങ്ങനെ എഴുതുന്നതിനേക്കാൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതിനെ എല്ലാറ്റിനും കൂടി നമ്മൾ എക്സ് എന്ന് വിളിച്ചു. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ 0 ആണ്, 1 ആണ്, 2 ആണ്, 3 ആണ്, 4 ആണ്. അതേപോലെ വൈ എന്ന് പറഞ്ഞാൽ 1 ആണ്, 3 ആണ്, 4 ആണ്, 6 ആണ്. അപ്പോൾ ഇതിന് നമ്മൾ പറഞ്ഞ റിലേഷൻ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിൽ എല്ലാ എലമെന്റ്സും വരുന്നില്ല എന്നർത്ഥം. അതായത് നമ്മൾ ഇതിനെ എല്ലാറ്റിനെയും എക്സും ഇതിനെ വൈയും എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും റിലേഷനിൽ പറഞ്ഞത് എന്താണോ അതിനനുസരിച്ചിട്ടേ ഇതിൽ വരുള്ളൂ എന്നർത്ഥം. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ എ ടു ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സെറ്റ് ക്ലോസ് ചെയ്യാം. ഇനി എ ടു ബി പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ എക്സും വൈയും ഏതിലൊക്കെ പെട്ടതാണ് എന്ന് കൂടി എഴുതി കൊടുക്കണം. അപ്പോൾ എക്സ് ഇവിടെ നമുക്ക് എയിൽ പെട്ടത്, അതുകൊണ്ട് എക്സ് ബിലോങ്സ് ടു എ, അതേപോലെ വൈ ബിലോങ്സ് ടു ബി എന്ന് എഴുതി കൊടുക്കാം. ഇങ്ങനെയാണ് റോസ്റ്റർ ഫോമിൽ സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ റിലേഷൻ എഴുതുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക് ഡൊമൈനും അതേപോലെ റേഞ്ച്, കോഡൊമൈൻ, ഇത് മൂന്നും കണ്ടെത്തണം. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താം, ഇതിൽ നിന്ന് കണ്ടെത്താം. ഇവിടെ നിന്ന് കണ്ടെത്താണെങ്കിൽ നമ്മൾ ഓരോന്നും എഴുതി ചെയ്യണം. അപ്പൊ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നോക്കാം.
ഈ പറഞ്ഞതുപോലെ ഇനി അതല്ലെങ്കിൽ ഇതിൽ തന്നെ കണ്ടെത്താൻ നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ എക്സ് പ്ലസ് ഒന്നിൽ കൂടി എക്സിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ വൈ കിട്ടണമെന്നാണ്. അപ്പൊ എക്സ് വൈ എന്ന ക്രമത്തിൽ എഴുതി കൊടുക്കുക. ഇനി ശ്രദ്ധിക്കുക, എക്സ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള എലമെന്റ്സ് ആണ്. അപ്പൊ എക്സിന് പകരം 0 കൊടുത്തു വെക്കാം. അപ്പൊ എക്സിന് പകരം ഇതിപ്പോ വൈ സമം എക്സ് പ്ലസ് 1 ആണ്. എക്സിന് പകരം 0 കൊടുത്തു കഴിഞ്ഞാൽ വൈന്റെ വില എന്താ വരിക? 0 പ്ലസ് 1 എത്രയാണ്? 1. അപ്പൊ എക്സ് 0 ആണെങ്കിൽ വൈ 1. ആ മാപ്പിംഗ് കറക്റ്റ് അല്ലേ? ഈ രണ്ടാമത്തത് എക്സിന് നമുക്ക് കൊടുക്കേണ്ട വില 1 ആണ്. ആ 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ സെറ്റിലുള്ള വിലകളാണ് കൊടുക്കേണ്ടത്, വാല്യൂസ് കൊടുക്കേണ്ടത്. 1 കൊടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് 1 2. അപ്പൊ വൈന്റെ വില 2. അപ്പൊ 1 കൊടുത്ത 2, സോറി അത് ഇതിലില്ല. 1 കൊടുത്ത 2 ആണ് വരുന്നത്. പക്ഷെ നമുക്ക് 2 ഈ ബി എന്ന് പറയുന്ന സെറ്റിൽ ഇല്ലാത്തത് കൊണ്ട് ഇത് എഴുതേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇനി അടുത്തത് 3 ആണ് വരുന്നത്, സോറി 2. അപ്പൊ എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 പ്ലസ് 1 3. ആ 3 വൈയിലുണ്ടോ നോക്കാം, ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2 3 എന്ന് എഴുതാം. ഇനി എക്സിന് 4 കൊടുത്ത്, സോറി അടുത്ത ഏതാ? 3 കൊടുത്തു കഴിഞ്ഞാൽ 3 പ്ലസ് 1 4, 4 2. അപ്പൊ നമുക്ക് 3 4 എന്ന് കൊടുക്കാം. ഇനി എക്സിന് 4 കൊടുത്തു കഴിഞ്ഞാൽ 4 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 5. 5 വൈയിലില്ല, അതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 0 1. ഇത് ഓർഡേർഡ് വേറെ കിട്ടിയിട്ടുണ്ട്, പിന്നെ റോസ്റ്റർ ഫോമിൽ കിട്ടിയതാണ്. 0 1 2 3 3 4. അപ്പൊ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഇതിൽ നിന്ന് ഡൊമൈൻ എഴുതാം 0 2 3. ഇതിലാണെങ്കിലോ എക്സ് ഉള്ള എലമെന്റ്സ് നോക്കുക, അത് ഡൊമൈൻ ആയിരിക്കും. അപ്പൊ 0 2 3. ഇനി റേഞ്ച് എന്താ വരിക? ഈ 0യിൽ നിന്നുള്ള മാപ്പിംഗ് 1 3 4 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. 1 3 4 1 3 4. അത് ഈ നമുക്ക് ആരോ ഡയഗ്രത്തിൽ നോക്കിയാലും അതേപോലെ തന്നെ കിട്ടുക 1 3 4. ഇനി കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന സെറ്റ് മുഴുവനും, അത് നമുക്ക് ഈ 2 മെത്തേഡൊന്നും കിട്ടില്ല. ഒന്നല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ സെറ്റ് തരണം, അതല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൽ കിട്ടും. ഇങ്ങനെ ആരോ ഡയഗ്രത്തിൽ നമുക്ക് ഫുൾ ആക്കി എഴുതും. അപ്പോ 1 3 4 6 ആണ് കോഡൊമൈൻ എന്ന് പറയുന്ന സെറ്റ്. 1 3 4 6. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് എത്ര റിലേഷൻസ് ഉണ്ടെന്ന് കണ്ടെത്താം. എല്ലാം എഴുതി നമുക്ക് ബുദ്ധിമുട്ടാണ്, കുറെ എലമെന്റ്സ് ഉണ്ടെങ്കിൽ. അപ്പൊ എത്ര എണ്ണം ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താം. അപ്പൊ ഒരു സെറ്റില് എ എന്ന് പറയുന്ന സെറ്റില് 1 2 3 3 എലമെന്റ്സ് ഉണ്ട്. ഇതില് 2 4 2 എലമെന്റ്സ് ഉണ്ട്. ശ്രദ്ധിക്കുക, 4 കണ്ടു കഴിഞ്ഞാൽ 4 എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കരുത്. ഇതില് 1 2 എലമെന്റ്സ് ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ എയിൽ നിന്ന് ബിയിലേക്ക് എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് കണ്ടെത്താൻ ഈ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് എത്ര എണ്ണം നോക്കാം? 3 എണ്ണം. ഇതിലോ 2 എണ്ണം. അപ്പോൾ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്കുള്ള എലമെന്റ്സിന്റെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ പിന്നെ ആൻസർ 2 raised to ഈ 3 into 2 ചെയ്താൽ മതി. 2 raised to 3 into 2. ആദ്യത്തെ എലമെന്റ്സ് ഇൻറ്റു രണ്ടാമത്തെ എലമെന്റ്സ്. അപ്പൊ എത്ര കിട്ടും? 2 raised to 3 into 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 2 raised 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 ആണ്. ആ 64 കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2 into 2 into 2 into ഇങ്ങനെ 6 തവണ 2 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുന്നതാണ് 2 raised to 6. ഈ 2 into 2 4 ആണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 4 ആണ്. ഇത് 4 ആണ്. ഈ 4 into 4 into 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. എല്ലാം 64 തന്നെയാണ്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എത്ര എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനൊരു ഇക്വേഷൻ ആയി എഴുതാണെങ്കിൽ നമ്പർ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റ്സിന്റെ എണ്ണം, അതേപോലെ നമ്പർ ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റ്സിന്റെ എണ്ണം. അപ്പൊ നമ്മളിവിടെ ചെയ്തത് ഈ 2 സെറ്റിലെയും എലമെന്റ്സിന്റെ എണ്ണങ്ങൾ തമ്മിൽ ഗുണിക്കുകയാണ് ചെയ്തത്. അപ്പോ 2 raised to n of a into n of b. ഇങ്ങനെയാണ് നമുക്ക് നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി എന്ന് ചെയ്യുന്നത്. ഇനി ഒരു റിലേഷന്റെ ഇൻവേഴ്സ് കണ്ടെത്താനുണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പൊ 1ൽ നിന്ന് 4ലേക്ക് ഒരു മാപ്പിംഗ് ഉണ്ട്, റിലേഷൻ ഉണ്ട്. അതേപോലെ 3ൽ നിന്ന് 2ലേക്ക് ഒരു റിലേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് റിലേഷൻ എന്നുള്ളത് റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാം? 1 4 അതേപോലെ 3 2. ഇവിടുന്ന് അങ്ങോട്ടാണ് എഴുതേണ്ടത്. ശ്രദ്ധിക്കുക, 2 3 എഴുതിയാൽ തെറ്റാണ്. അപ്പൊ അത് ക്വസ്റ്റ്യൻ നേരെ നോക്കണം. റിലേഷൻ ഏതിൽ നിന്ന് ഏതിലേക്കാണ് എന്ന് നോക്കണം. എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിലാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്കാണെങ്കിലോ അപ്പോൾ 2 3 4 1 എന്ന് എഴുതണം. അപ്പോൾ ഫസ്റ്റ് എയിൽ നിന്ന് ബിയിലേക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എ ആണ് വരുന്നത്. അപ്പൊ എന്റെ എലമെന്റ്സ് ആദ്യം വരണം എന്നർത്ഥം. ഇപ്പൊ ഇത് നമുക്ക് റിലേഷൻ ആണ്. ഇതിന്റെ ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ്, റിലേഷന്റെ ഇൻവേഴ്സ് കാണാൻ ഇതിന്റെ നേരെ തിരിച്ചിട്ടാൽ മതി. 1 4 തിരിച്ചിട്ട് കഴിഞ്ഞാൽ 4 1, അതേപോലെ 3 2 തിരിച്ചിട്ട് കഴിഞ്ഞാൽ
2 3. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള റിലേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമ്മുടെ ഗ്രാഫിലേക്ക് പോകാം, രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 and b equal to set 3 4. Find the number of relations from a to b. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻസ് നമുക്ക് ഉണ്ടാക്കാം എന്നാണ് ക്വസ്റ്റ്യന്. അപ്പോൾ നമ്പർ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിലുള്ള എത്ര എലമെന്റ്സ് ഉണ്ട്? 2 എണ്ണം. നമ്പർ ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 എണ്ണമാണ്. അപ്പോൾ നമ്പർ ഓഫ് ബി ഈക്വൽ ടു 2 വന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എത്ര എലമെന്റ്സ് എന്ന് കണ്ടെത്താൻ 2 raised to 2 into 2. അപ്പൊ എത്ര വരിക? 2 raised to 4 equal to 2 raised to 4 എങ്ങനെ ചെയ്യാം? 2 into 2 into 2 into 2. 4 തവണ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 16. അതായത് 2 into 2 4, ഇതും 4 കിട്ടും. 4 into 4 16 വരും. അപ്പൊ നമ്മുടെ ആൻസർ 16 എലമെന്റ്സ് നമുക്ക് 16 റിലേഷൻസ് നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് ഉണ്ടാക്കാം. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിൽ 1 2 ആണ്, ബി എന്നതിൽ 3 4 ആണ്. അപ്പൊ അതിൽ എലമെന്റ്സിന്റെ എണ്ണം മാറുമ്പോൾ നമുക്ക് ആൻസറും വ്യത്യാസം വരും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നമുക്ക് ഗ്രാഫിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് എ ഈക്വൽ ടു 1 2 3 4 എക്സെട്ര 14 വരെയാണ്. ഡിഫൈൻ എ റിലേഷൻ ആർ ഫ്രം എ ടു എ. അവിടെ ശ്രദ്ധിക്കുക, എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ്. നേരത്തെ നമ്മൾ ചെയ്തതിലൊക്കെ എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും ഉണ്ട്. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്റെ സ്ഥാനത്തും എ തന്നെയാണ്. അപ്പോ ഈ പറയുന്ന സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്ക് തന്നെയാണ് വേണ്ടത്. എ ടു ബി ബൈ ആർ ഈക്വൽ ടു, അതായത് റിലേഷൻ ഈക്വൽ ടു എക്സ് കോമ വൈ. ഓർഡേർഡ് പെയർ ആണ്. നമ്മൾ അതിൽ എഴുതുന്ന എക്സ് കോമ വൈ. ആ എക്സിന്റെയും വൈന്റെയും സ്ഥാനത്ത് വരേണ്ട സംഖ്യകൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3x - y = 0. അപ്പോ എക്സിനും വൈക്കും ഓരോ വില കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ 0 കിട്ടുന്ന നമ്പറുകൾ ഏതൊക്കെയാണോ അതൊക്കെയാണ് എക്സിന്റെയും വൈന്റെയും സ്ഥാനത്ത് വരുന്നത്. where x, y belongs to a. എക്സും വൈയും എയിൽ പെട്ടതാണ് എന്നാണ് ക്വസ്റ്റ്യന്. അപ്പൊ ഇവിടെ നമുക്ക് ഈ റിലേഷൻ ഫ്രം എ ടു എ എന്ന് പറഞ്ഞത് കൊണ്ട് ഇത് ക്വസ്റ്റ്യനിൽ തരുന്ന നിർബന്ധമല്ല. ചിലപ്പോൾ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോ ഇത് എ ടു എ തന്നതുകൊണ്ട് ഇത് എഴുതാൻ നിർബന്ധമല്ല. ഇനി ശ്രദ്ധിക്കുക, റിലേഷൻ ഫ്രം എ ടു എ എന്ന് പറയാം, അല്ലെങ്കിൽ ഓൺ എ എന്ന് പറയാം. റിലേഷൻ ഫ്രം ഓൺ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥവും എയിൽ നിന്ന് എയിലേക്ക് എന്ന് തന്നെയാണ്. ഇനി റൈറ്റ് ഡൗൺ ഇറ്റ്സ് ഡൊമൈൻ, കോഡൊമൈൻ ആൻഡ് റേഞ്ച്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡൊമൈനും കോഡൊമൈനും റേഞ്ചും ഒക്കെ എഴുതണം. അപ്പൊ അതിനാദ്യം നമുക്ക് ഇതിനെ റോസ്റ്റർ ഫോമിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. റോസ്റ്റർ ഫോമിലേക്ക് മാറ്റാൻ ആർ ഈക്വൽ ടു ഇത് നമ്മൾ സെറ്റ് എഴുതണം. അപ്പൊ അതിനു മുമ്പ് ശ്രദ്ധിക്കുക, 3x - y = 0. എക്സിനും വൈക്കും ഏതൊക്കെ വില കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടുക എന്നാണ്. അപ്പൊ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആലോചിച്ച് സമയം എടുക്കാൻ കുറെ സമയം എടുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആദ്യം എഴുതിയേക്കുക, 3x - y = 0. ഈ -y അപ്പുറത്തേക്ക് മാറ്റുമ്പോൾ എന്ത് വരും? +y ആവും. അതായത് 3x = 0 + y എന്ന് പറഞ്ഞാൽ y തന്നെയാണ്. അതായത് എക്സിന് എന്ത് വില കൊടുത്തോ അതിന്റെ ആൻസർ y കണ്ടെത്തണം. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എക്സും വൈ ആയിട്ട്. എക്സിന് ഇനി 1 കൊടുത്തു കഴിഞ്ഞാൽ വൈ എത്ര വരും? എക്സിന്റെ സ്ഥാനത്ത് 1 പറഞ്ഞാൽ 1 × 3 എന്ന് പറഞ്ഞാൽ 3. ആ 3 ഇതിലുണ്ടല്ലോ, ഉണ്ട്. അപ്പൊ അത് കുഴപ്പമില്ല. എക്സിന് 2 കൊടുത്താൽ 2 × 3 6. അപ്പൊ വൈന്റെ വില 6 വന്നു. എക്സിന് 3 ആണ് കൊടുക്കണതെങ്കിലോ 3 × 3 9 വന്നു. അതും 9 ഇതിലുള്ളതാണ്, എ എന്ന് പറയുന്ന സെറ്റിലുള്ളതാണ്. കാരണം രണ്ടാമത്തെ സെറ്റും എ തന്നെയാണ്. ഇനി എക്സിന് പകരം 4 കൊടുത്തു. 3 ഗുണിക്കണം എക്സ് എന്ന് പറഞ്ഞാൽ 3x എന്ന് പറഞ്ഞാൽ 3 ഗുണിക്കണം എക്സ് എന്നാണ്. അപ്പോ 3 × 4 എന്ന് പറഞ്ഞാൽ 12. അപ്പൊ എക്സിന് 4 കൊടുത്തു കഴിഞ്ഞാൽ 12 വന്നു. ഇനി എക്സിന് 5 കൊടുത്തു കഴിഞ്ഞാലോ 3 × 5 15 ആണ്. 15 ഇതിലില്ലാത്തത് കൊണ്ട് അത് വരില്ല. ഇനി 5ന്റെ മുകളിൽ ഏത് നമ്പർ കൊടുത്താലും തന്നെ വരിക. 6 കൊടുത്താൽ 18 ആണ്, 7 കൊടുത്താൽ 21 ആണ്. അതൊന്നും ഇതിലില്ല, അതുകൊണ്ട് ഇനി അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ റിലേഷൻ എന്താ വരിക? ബ്രാക്കറ്റ് നമുക്ക് എഴുതി കൊടുക്കാം. 1 3 2 3 3 9 4 12 നമ്മുടെ റിലേഷൻ ആയി. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഡൊമൈനും കോഡൊമൈനും റേഞ്ചും ആണ് കാണേണ്ടത്. അപ്പോൾ ഡൊമൈൻ ഈക്വൽ ടു, ഡൊമൈൻ എങ്ങനെ എഴുതാ? ഇതിൽ വരുന്ന ഫസ്റ്റ് നമ്പറുകൾ മാത്രം എഴുതിയാൽ മതി. സെറ്റ് ആക്കിയിട്ട് റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അപ്പോൾ 1 2 3 4.
ഇതാണ് നമ്മുടെ ഡൊമൈന്. ഇനി കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ സെറ്റ് മുഴുവനും എന്നാണ്. അപ്പൊ രണ്ടാമത്തെ സെറ്റും ഏത് തന്നെയാണ്? എ തന്നെയാണ്. എയിൽ നിന്ന് എയിലേക്ക് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെറ്റും എ തന്നെയാണ്. അപ്പൊ ആ സെറ്റ് മുഴുവനും 1, 2, 3 എക്സെട്ര അങ്ങനെ 14 വരെ. ഇനി റേഞ്ച് എന്താ? നമ്മുടെ ഇതിലെ രണ്ടാമത്തെ എലമെന്റ്സ്, ഓർഡേർഡ് പെയറിൽ വരുന്ന ഈ രണ്ടാമത്തെ എലമെന്റ്സ്, അതായത് 3, 6, 9, 12. അപ്പോൾ ഇതൊന്നും ഓർഡേർഡ് പെയർ ആക്കി എഴുതണ്ട, നമ്മൾ ഈ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ മാത്രം ഓർഡേർഡ് പെയർ ആക്കി എഴുതിയാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ ഡൊമൈനും കോഡൊമൈനും അതേപോലെ റേഞ്ച് ഇത് മൂന്നും കണ്ടെത്തുന്നത്. ഇനി നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ ഗ്രാഫാണ്. സാധാരണ നമ്മൾ ഫംഗ്ഷൻ പഠിച്ചിട്ടാണ് അതിന്റെ ഗ്രാഫ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയതില്ല, എന്നാലും ഈ ഫംഗ്ഷൻ എന്താണെന്ന് ചുരുക്കി പറഞ്ഞുതരാം. നമ്മുടെ റിലേഷന്റെ ഒന്നുകൂടി ചെറുതാക്കിയ ഒരു കാര്യമാണ് ഫംഗ്ഷൻ. അതായത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിലേഷൻ നമ്മൾ മാപ്പിംഗ് കൊടുക്കുമ്പോൾ 2 സെറ്റുകൾ കൊടുക്കാറുണ്ട്. ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും റിലേഷൻ എ ഫ്രം എ ടു ബി ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റില് ഇപ്പോ എ ബി സി ഡി ഇ എന്ന് പറയുന്ന അക്ഷരങ്ങളുണ്ട്. ബി എന്ന് പറയുന്ന സെറ്റില് 1 2 3 4 എന്ന് പറയുന്ന നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് റിലേഷൻ എന്താണെന്ന് നമുക്ക് പറഞ്ഞു, എയിൽ നിന്ന് പോകുന്ന മാപ്പിംഗ് ആണ്. അത് എല്ലാറ്റിനും മാപ്പിംഗ് വേണം നിർബന്ധമല്ല, അതായത് ഇവിടെ ഇമേജ് വേണം നിർബന്ധമല്ല, അതേപോലെ ഇതിലേക്ക് എല്ലാറ്റിനും എത്തണം നിർബന്ധമല്ല. ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ള അതായത് ഇവിടെ നമ്മൾ ആദ്യം പറയുന്ന സെറ്റ് എ ആണ്. ഈ ബി ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന സെറ്റ് ബി ആണ്. അപ്പൊ ബിയിലുള്ള എലമെന്റ്സ് നോക്കണം. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ള എല്ലാ എലമെന്റ്സിനും ബിയിൽ ഒരു ഇമേജ് ഉണ്ടാവണം. അത് ഒരു ഇമേജ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇപ്പൊ എയിൽ നിന്ന് ഇങ്ങനെ വരച്ചു നമ്മൾ ഒരു റിലേഷൻ, ഇത് വരച്ചു, ഇത് ഫംഗ്ഷൻ ആണോ? അല്ല. എന്തുകൊണ്ടായിരിക്കും? ഇവിടെ നമുക്ക് എക്കും ബിക്കും സിക്കും ഡിക്കും ഒക്കെ ഇമേജ് ഉണ്ട്, എന്നാൽ ഇക്ക് ഇമേജ് ഇല്ല. ഇത് നോക്കേണ്ട ആവശ്യമില്ല, ഇവിടെ 2 ഇമേജ് ഇല്ല. അപ്പൊ ഇമേജ് ഇതില് ബി എന്ന് പറയുന്ന സെറ്റില് എല്ലാറ്റിനും ഇതിനെ ഇവിടുന്ന് അങ്ങോട്ട് ഇമേജ് എന്ന് പറയുമ്പോൾ തിരിച്ച് ഇതിനെ പ്രീ ഇമേജ് എന്നാ പറയുന്നത്. അപ്പൊ 2 ഇവിടെ പ്രീ ഇമേജ് ഇല്ല. അപ്പൊ അത് വേണം നിർബന്ധമല്ല, ഇവിടെ ഒഴിഞ്ഞു കിടത്താനും കുഴപ്പമില്ല, എന്നാൽ ഇവിടെ ഒന്നും ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല. ഇനി അതേപോലെ ഒരു ഇതിൽ നിന്ന് 2 എണ്ണത്തിലേക്ക് പോകാൻ പാടില്ല എന്നാണ്. അതായത് ഇപ്പൊ ഇത് ഫംഗ്ഷൻ ആണോ? ഇത് ഫംഗ്ഷൻ ആണ്. കാരണം ഇവിടുന്നൊക്കെ പോയിരിക്കുന്നത് ഒരു വരകൾ മാത്രമാണ്. എ ബി സി ഡി ഇതെല്ലാം ഒരു നമ്മളിപ്പോ ഓർഡേർഡ് പെയർ ആക്കി എഴുതുമ്പോൾ എല്ലാം ഒരു തവണ എഴുതുന്നുള്ളൂ. ഇപ്പൊ A1 അതേപോലെ എഴുതി വരുമ്പോ ഇനി A2 തവണ വരുന്നില്ല. അപ്പോ എ പറയുന്ന സെറ്റിൽ നിന്ന് നമുക്ക് ഒരു തവണ മാത്രമേ വരയ്ക്കാൻ കഴിയുള്ളൂ. അത് ഇവിടെയുള്ള സെറ്റിലേക്ക്, ഇപ്പൊ ഇവിടെ 3ലേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ബിയിൽ നിന്നും സിയിൽ നിന്നും വരച്ചിട്ടുണ്ട്, അതിന് കുഴപ്പമില്ല. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നൊക്കെ ഒരു ഇമേജ് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അത് ഫോർ എക്സാമ്പിൾ പറയാം. അപ്പൊ ഇ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ഞാൻ 3ലേക്ക് ഒന്ന് വരച്ചു, ഇപ്പൊ ഫംഗ്ഷൻ ആയോ? ഇത് ഫംഗ്ഷൻ അല്ല. കാരണം ഇയിൽ നിന്ന് 2 തവണ പോയിട്ടുണ്ട് നമ്മുടെ ഇമേജിലേക്ക്, മാപ്പിംഗ് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ മാത്രമേ മാപ്പിംഗ് പോകാൻ പറ്റുള്ളൂ. അപ്പുറത്തേക്ക് നമുക്ക് ഒരു നമ്പറിലേക്ക്, ഇപ്പൊ ഇങ്ങനെ എക്സാമ്പിൾ പറയാം, അത് 1 2 3 ഇവിടെ സി എന്ന് പറയുന്ന അക്ഷരം മാത്രമേ ഉള്ളൂ. ഈ 1ൽ നിന്നും 2ൽ നിന്നും 3ൽ നിന്നും ഒക്കെ ഇമേജ് പോയി. ഇതൊക്കെ മാപ്പിംഗ് ആണ്, ഇത് ഫംഗ്ഷൻ ആണ്. നേരെ മറിച്ച് ഇവിടെ ഈ 3ൽ നമ്മൾ വരച്ചിട്ടില്ല, ഇത് ഫംഗ്ഷൻ ആണോ? അല്ല. കാരണം എല്ലാറ്റിനും അപ്പുറത്ത് മാപ്പിംഗ് വേണമെന്നാണ്. അപ്പൊ മാപ്പിംഗ് ഇങ്ങനെ വരച്ചു, ഇപ്പൊ ഫംഗ്ഷനായി. ഞാൻ ഒരു ഡി എന്നുള്ള കൊടുത്തു, ഇപ്പൊ 3ൽ നിന്ന് പോയിട്ട് ഇങ്ങനെ വരച്ചെടുത്തു, ഇപ്പൊ ഫംഗ്ഷൻ ആണോ? ഇത് ഫംഗ്ഷൻ അല്ല. കാരണം എന്താ? 3ൽ നിന്ന് 2 തവണ പോയിട്ടുണ്ട്. അപ്പൊ അതിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഇതില് ചിലപ്പോ ഇതേപോലെ തരും, അതല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് റിലേഷൻ റോസ്റ്റർ ഫോമിൽ വന്നു കഴിഞ്ഞാല് ഇപ്പൊ B2 B3 C4 ഇങ്ങനെ ഒരു റിലേഷൻ നമ്മൾ എഴുതി വിചാരിക്കുക. അപ്പൊ ഇതിൽ നമ്മൾ ഡൊമൈൻ നോക്കുമ്പോൾ A B B C, അപ്പൊ B 2 തവണ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു 2 തവണ മാപ്പിംഗ് പോകാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഈ രൂപത്തിൽ എഴുതുമ്പോഴും ആദ്യം വരുന്ന അക്ഷരങ്ങൾ 2 തവണ വരാൻ പാടില്ല. അപ്പോഴും എന്തല്ല? ഫംഗ്ഷൻ അല്ല. ഇത് പഠിച്ചിരിക്കുക. കാരണം നമുക്ക് ഇനി ഹയർ സ്റ്റഡീസിലൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യം ഈ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക മാത്രം. ഇനി നമുക്ക് ഇതിന്റെ ഗ്രാഫ് നോക്കാം. ഗ്രാഫിൽ നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ ഗ്രാഫാണ് ഐഡന്റിറ്റി ഗ്രാഫ്. അതായത് നമ്മൾ നേരത്തെ എഴുതിയത് R ഫ്രം A to B എന്ന രൂപത്തിലൊക്കെ ആയിരുന്നു. അതായത് R ഫ്രം എന്ന് പറഞ്ഞ R ഇവിടെ എഴുതി കഴിഞ്ഞാൽ അത് റിലേഷൻ ആണ്. ഇവിടെ F ഫ്രം R to R
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഫ് ഫ്രം എ ടു ബി എന്നൊക്കെ എഴുതാം. അവിടെ സെറ്റ് നമുക്ക് എയും ബിയും തരണം. ഇവിടെ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ എന്ന് പറയുമ്പോൾ ഈ രണ്ടാറും കുറച്ച് കട്ടിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനർത്ഥം റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ്. അപ്പോൾ റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, എല്ലാ നമ്പറും കൂടിയത്, മൈനസ് ഉള്ളതും പോസിറ്റീവ് ഉള്ളതും അതേപോലെ സീറോയും പോയിന്റുള്ള നമ്പറും ഡെസിമലും പിന്നെ ഫ്രാക്ഷൻസ് പിന്നെ സംഖ്യ അങ്ങനെയുള്ള എല്ലാ നമ്പേഴ്സും കൂടിയതാണ് എന്ത് റിയൽ നമ്പർ. അപ്പോൾ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിന്റെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നാണ്. അപ്പോൾ എക്സിന് ഇപ്പോൾ നമുക്ക് ഇതിന് വേണമെങ്കിൽ വൈ ഈക്വൽ ടു എക്സ് എന്നും എഴുതാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം. എക്സിന് എന്ത് വില കൊടുത്തോ അതിന്റെ വൈ അക്ഷം എന്താണ്. ഇപ്പൊ ഇത് നമ്മുടെ എക്സ് ആക്സിസ് ആയിട്ട് എക്സും വൈ ആക്സിസ് ആയിട്ട് വൈയും കൊടുക്കുകയാണ്. ഇത് നമുക്ക് അറിയാം, ഇത് എക്സും ആക്സിസും ആണ്. ഇത് എക്സ് ആണെങ്കിൽ ഇത് മൈനസ് ആയതുകൊണ്ട് നമുക്ക് എക്സ് ഡാഷ് എന്നാണ് സാധാരണ സൂചിപ്പിക്കുന്നത്. ഇത് വൈ ആക്സിസ് ആണ്, അതേപോലെ ഇത് വൈ ഡാഷ് വരും. അപ്പൊ ഇത് എക്സിന് നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ വൈയിൽ 1, അതാണ് വൈ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന് 1 വൈന് 1. അപ്പൊ ആ രൂപത്തില് നമുക്ക് ഓരോ പോയിന്റുകൾ അടയാളപ്പെടുത്താം. അപ്പൊ എക്സില് നമ്മൾ 1 അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിൽ വൈയിൽ എത്ര ഉണ്ടാവും, 1. എക്സില് 2 അടയാളപ്പെടുത്തിയ വൈയിൽ എത്ര ഉണ്ടാവും, 2. അപ്പൊ 2 2 കറക്റ്റ് ആയിട്ട് അടയാളപ്പെടുത്താം. ഇനി എക്സിന് 3 ആണെങ്കിലോ വൈ സമം 3 വരും. അപ്പൊ എക്സിന് 3 ആയി കഴിഞ്ഞാൽ വൈ 3 ആണ് വരുന്നത്. ഈ രൂപത്തിൽ അടയാളപ്പെടുത്താം. ഈ എക്സ് 0 ആണെങ്കിലോ ആ 0 വരും. അപ്പൊ ഈ പോയിന്റ് തന്നെ. ഇനി എക്സ് -1 ആണെങ്കിലോ വൈ -1. അപ്പൊ എക്സ് ഇതാണ് -1, വൈയില് -1 ഇതാണ്. ഇനി എക്സ് -2 ആണെങ്കിൽ വൈ -2 ആണ് വരിക. അപ്പൊ അവിടെ അടയാളപ്പെടുത്താം. ഇപ്പൊ നമുക്ക് ഇവിടെ ഇത് നമ്മൾ എടുത്തത് ഇൻഡിജേഴ്സ് ആണ്, എന്ന് വെച്ചാൽ മൈനസുള്ള നമ്പറുകളും പ്ലസ് നമ്പർ 1 2 3 4 അതിന്റെ മൈനസും 0 കൂടി ചേർന്നതിനാണ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. സെറ്റ് എന്ന അക്ഷരം നമ്മൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഇതല്ലാത്ത പോയിന്റ് വേണമെങ്കിൽ എടുക്കാം. ഇപ്പൊ 0.5 ഇതിനടിയിലുള്ളതാണ് 0.5. അപ്പൊ ഇവിടെ എക്സ് 0.5 ആണെങ്കിൽ വൈ എത്ര ഉണ്ടാവും, അതും 0.5. അപ്പൊ ഇവിടെ 0.5ഉം ഈ 0.5 അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഇത് തമ്മിൽ ഇങ്ങനെ യോജിപ്പിക്കാം. ഇതങ്ങനെ നീണ്ടു പോകുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പിന്നെ ഐഡന്റിറ്റി ഫംഗ്ഷൻ, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ പേര് ഓർത്ത് വെക്കുക, അതേപോലെ ഈ ഫംഗ്ഷനും ഓർത്ത് വെക്കുക. എക്സാമിന് ചിലപ്പോൾ മാപ്പിംഗ് രൂപത്തിലൊക്കെ വരും. അതായത് കുറെ ഫംഗ്ഷനും അതിന്റെ ഗ്രാഫും തരും, എന്നിട്ട് അത് ചേരുമ്പടി ചേർക്കുക എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നു. ആ രൂപത്തിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ളതാണ്. അപ്പൊ നമുക്കത് നീണ്ടു പോകുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 ആരോ കൂടി കൊടുക്കാം. ഇതങ്ങനെ എൻഡില്ലാതെ പോവുകയാണ്, അവസാനിക്കാതെ അങ്ങനെ പോകുന്നതാണ്. നമ്മൾ ഏത് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും അവിടെ വൈയിൽ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ ഈ രൂപത്തിലാണ്. ഇനി രണ്ടാമത്തത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, എഫ് ഫ്രം ആർ ടു ആർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി. അതായത് ഇവിടെ ഫംഗ്ഷനിൽ എക്സ് ഇല്ലാത്തതാണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും നമ്പർ ആകാം. ഫോർ എക്സാമ്പിൾ പറയാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ 3യിലൂടെ എക്സിന് 1 കൊടുത്താലും 3 ആണ്, എക്സിന് 2 കൊടുത്താലും 3 ആണ്, എക്സിന് 3 കൊടുത്താലും 3 ആണ്. അപ്പൊ എക്സിന് ഏത് വില കൊടുത്തു കഴിഞ്ഞാലും, അതായത് എക്സ് ആക്സിസിലെ ഏത് വില കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ ആൻസർ 3 ആണ്, അതിന് മാറ്റമില്ല. അപ്പൊ നമുക്ക് ഇവിടെ പൊതുവായിട്ട് പറയുന്നത് സി ആണ്. ഇപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ 4ലൂടെയാണ് വരയ്ക്കുന്നത്. അപ്പൊ ഇവിടെ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സിലെ 1 കൊടുത്തു കഴിഞ്ഞാലും 3 ആണ്, എക്സിലെ 2 കൊടുത്തു കഴിഞ്ഞാലും 3 ആണ്, എക്സിലെ 3 കൊടുത്തു കഴിഞ്ഞാലും 3 ആണ്, ഇനി എക്സിലെ -1 കൊടുത്താലും 3 ആണ്. ഇതെല്ലാം 3 ആണ് വരുന്നത്. അപ്പൊ ഇത് സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെ വരും. അപ്പൊ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ നമ്മൾ പൊതുവെ പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി എന്നായതുകൊണ്ട് സി എന്ന് പറയുന്ന നമ്പർ നമുക്ക് പറയാൻ കഴിയില്ല, ഏത് നമ്പറിനും ആകാം. അപ്പൊ വെറുതെ ഒരു ലൈൻ ഇങ്ങനെ വരക്കാം. ഇത് സി എന്നുള്ളൊരു പോയിന്റ് ആണെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യാണ്. അപ്പൊ സി എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ അതിലൂടെയുള്ള ആ ലൈനിന്, ഇത് ഈ 2 ലൈനും തമ്മിൽ, അതായത് എക്സ് ആക്സിസും ഈ സിയിലൂടെയുള്ള ഈ ലൈനും തമ്മിൽ പാരലൽ ലൈൻസ് ആയിരിക്കും, സമാന്തര വരകളായിരിക്കും. അപ്പൊ ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി. അപ്പോൾ എഫ് ഓഫ് എക്സ് സമം ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിലൂടെയുള്ള ഒരു ലൈനിനെ നമ്മൾ എന്താ പറയുന്നത്, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നിൽക്കുന്നത്. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ 4ൽ സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ്. ആ അർത്ഥത്തിലാണ് നമ്മൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 ക്വസ്റ്റ്യനിലും ഡൊമൈനും റേഞ്ചും നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഇത് ഐഡന്റിറ്റി ഫംഗ്ഷൻ. അപ്പൊ ഇതിലെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സിന് കൊടുക്കുന്ന ഏതാണ്, എക്സിന് കൊടുക്കുന്ന ഈ നമ്പേഴ്സ് എല്ലാം ഉണ്ട്.
അപ്പോൾ ഈ -1 -2 -1 ഇവിടെ 0 1 2 3 ഈ നമ്പർ മാത്രമല്ല ഇതിനിടയിലുള്ള പോയിന്റുകൾ ഉള്ളത്, റൂട്ട് ഉള്ളത്, അങ്ങനെ എല്ലാ നമ്പേഴ്സും വരുന്നതുകൊണ്ട് ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് അത് റിയൽ നമ്പർ ആണ്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ R നമ്മൾ കൊടുക്കും. ഇനി റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓരോന്നിനും വൈയിൽ വരുന്ന ഓരോ വിലകൾ നോക്കാം. അപ്പോൾ 1 ആണെങ്കിൽ ഇവിടെ 1 ആണ്, 2 ആണെങ്കിൽ 2 ആണ്, 0.5 ആണെങ്കിൽ ഇവിടെ 0.5 ആണ്. അപ്പൊ ഇതിന്റെ റേഞ്ചും ഏത് തന്നെയാണ് വരുന്നത്? ഈ R തന്നെയാണ് വരുന്നത്, അതായത് റിയൽ നമ്പേഴ്സ് ആണ് വരുന്നത്. ഇനി ഇവിടെ രണ്ടാമത്തെ ഫംഗ്ഷനിൽ കോൺസ്റ്റന്റ് ഇവിടെ C എന്നുള്ളതാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം പെടും. അപ്പൊ ഡൊമൈൻ ഈക്വൽ ടു R നമ്മുടെ റിയൽ നമ്പേഴ്സ് ആണ് വരുന്നത്. എന്നാൽ റേഞ്ച് ഈക്വൽ ടു ഇവിടെ നമുക്ക് വരുന്നത് സിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ആ C ആണ് വരുന്നത് റേഞ്ച്. C എന്ന് പറയുന്ന ആ സെറ്റിൽ C എന്ന് പറയുന്ന എലമെന്റ് ശ്രദ്ധിക്കുക. ഇത് നമ്മളെ റിയൽ നമ്പേഴ്സിന്റെ സെറ്റിനും ഒന്നിച്ച് പറയുന്നതാണ് R എന്ന് പറയുന്ന അക്ഷരം. C എന്ന് പറയുന്നത് ഒരു നമ്പർ ആയതുകൊണ്ട് അതൊരു സെറ്റ് ആക്കിയിട്ട് എഴുതണം. അപ്പൊ ഇവിടെ സിക്ക് പകരം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 3 കൊടുക്കുകയാണെങ്കിൽ സെറ്റ് 3 വരും. ആ 3യിലൂടെയാണ് അത് വരുന്നത്. അതുകൊണ്ട് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് ഡൊമൈനും റേഞ്ചും ഒക്കെ ഇതിന്റെ കണ്ടെത്താം. ഇനി നമുക്ക് ഇതിന്റെ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. പോളിനോമിയലിനെ കുറിച്ച് നമുക്ക് 9ാം ക്ലാസ് മുതൽ പഠിക്കാനുള്ളതാണ്, ബഹുപദങ്ങൾ എന്ന്. അപ്പോൾ അതിലെ പവർ അഥവാ കൃതി വ്യത്യസ്ത നമ്പറുകളായിട്ടുള്ളതാണ് പോളിനോമിയൽസ്. അപ്പോൾ അത് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അപ്പൊ അതിലുള്ള ഒരേ ക്വസ്റ്റ്യൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, x². ഈ സ്ക്വയർ ഉള്ളത് അല്ലെങ്കിൽ ക്യൂബ് ഉള്ളത്, x³ + 4x² എന്നൊക്കെ പറഞ്ഞുള്ള അങ്ങനത്തെ ഇക്വേഷൻസ്. അപ്പോൾ അതിന്റെ ഒരു ഗ്രാഫാണ്. അത് ഓരോ ക്വസ്റ്റ്യനും ഡിഫറെന്റ് ആയിട്ടാണ് ഗ്രാഫ് വരുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഫംഗ്ഷൻ ഫ്രം R to R, റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ് ആ സെറ്റ് പോകുന്നത്. അതായത് എക്സിലുള്ളത് റിയൽ നമ്പറിൽ, എക്സിന്റെ ഒക്കെ റിയൽ നമ്പറും വൈൻ്റെ റിയൽ നമ്പറാണ്. f(x) = x². അതായത് എക്സിന് വില കൊടുക്കുമ്പോൾ f(x) എത്രയാണ്? അപ്പൊ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ y = x² എന്ന് എഴുതാം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ y-യും x² ആണ്. അപ്പോ വൈന്റെ വില എത്ര എന്നാണ്? എക്സിന് നമുക്ക് ഇതിലെ റിയൽ നമ്പർ ആയതുകൊണ്ട് മൈനസ് ഉള്ള നമ്പറും 0യും പോസിറ്റീവ് നമ്പറും ഒക്കെ വരണം. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് -3 കൊടുക്കുകയാണ്. -3 -2 -1 0 1 2 3 ഈ രൂപത്തിൽ കൊടുക്കുകയാണ്. അപ്പോൾ എക്സിന് -3 ആണെങ്കിൽ എക്സിന്റെ സ്ഥാനത്താണ് -3 വരുന്നത്. അപ്പൊ x² എന്ന് പറയുമ്പോൾ -3² എന്നാണ് എഴുതുന്നത്. -3ന്റെ സ്ക്വയർ എത്രയാണ്? അത് പിന്നെ 2 മൈനസ് തമ്മിൽ ഗുണിക്കും. -3 × -3 ആണല്ലോ, എത്ര വരിക? +9 ആണ്. അപ്പൊ -3ന്റെ സ്ക്വയർ 9, അതുകൊണ്ട് വൈന്റെ വാല്യൂ എത്ര വരിക? 9. കാരണം എക്സിന് -3 കൊടുത്താൽ -3² y എന്നാണ്. അപ്പൊ വൈക്ക് അതിന്റെ വില ആയിട്ട് കിട്ടുന്നത് -3ന്റെ സ്ക്വയർ 9 ആയിട്ട് കിട്ടും. ഇനി -2ന്റെ സ്ക്വയറോ 4, -1ന്റെ സ്ക്വയർ 1, 0ന്റെ സ്ക്വയർ 0, 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9. ഇപ്പൊ നമുക്ക് ഇതിന്റെ എക്സും വൈയും കിട്ടി. അപ്പൊ എക്സ് നമ്മൾ -3 കൊടുത്തപ്പോൾ y 9 ആണ്. -3 കൊടുക്കുമ്പോൾ y 9 ഇവിടെ എവിടെ വരുന്നുണ്ട്. ഇനി -2 കൊടുത്തപ്പോൾ y ഏതാണ്? +4 ആണ്. ശ്രദ്ധിക്കുക, പോസിറ്റീവ് മുകളിൽ താഴെ നെഗറ്റീവ് ആണ്. അപ്പൊ -2 കൊടുത്തപ്പോൾ 4 വന്നു. ഇനി -1 കൊടുത്തപ്പോൾ നമുക്ക് 1 ആണ് കിട്ടിയത്. അടുത്തത് 0 കൊടുത്തപ്പോൾ 0, അപ്പൊ 0 അവിടെ തന്നെ എഴുതി. ഇനി 1 കൊടുത്തപ്പോൾ 1 തന്നെയാണ്. എക്സിന് 1 കൊടുത്തപ്പോൾ അതിന്റെ ആൻസർ 1 തന്നെ വന്നത്. എക്സിന് 2 കൊടുത്തപ്പോൾ 4 ആണ് വന്നത്. 2 കൊടുത്തപ്പോൾ 4 വന്നു. ഇതേപോലെ 3 കൊടുത്തപ്പോൾ 9 വന്നു. അപ്പൊ 9 നമ്മൾ കൊടുത്തിട്ടില്ല, മുകളിൽ അവിടെ നമ്പർ വരുന്നുണ്ട്. ഇതേപോലെ 4ഉം 5ഉം 6 ഒക്കെ കൊടുക്കാം. അതേപോലെ മൈനസിലെ നമ്പറുകൾ കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കുക, റിയൽ നമ്പർ ആണ് പറഞ്ഞിരിക്കുന്നത്, രേഖീയ സംഖ്യകൾ. അപ്പോൾ രേഖീയ സംഖ്യ എന്ന് പറയുമ്പോൾ, റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ ഇതിൽ ഈ 1 2 3 മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ പോയിന്റുള്ളതും റൂട്ടുള്ളതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പോയിന്റ് ഇവിടെ 1.5 ആണെങ്കിൽ അതിന്റെ സ്ക്വയർ കറക്റ്റ് ആയിട്ട് ഇവിടെ വരും. അപ്പൊ ഈ ഓർഡറിൽ നമുക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് ഗ്രാഫ് വരുന്നത്. ഒരു യു ഷേപ്പിൽ വരുന്നത്. കറക്റ്റ് യു കുത്തനായിട്ട് വരുന്നില്ല, ചെരിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഈ രൂപത്തിലാണ് നമുക്ക് f(x) = x² എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ്. ഓരോ ഫംഗ്ഷനും വ്യത്യാസമുണ്ട്. ഇപ്പൊ x² + 2x + 1 എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാഫ് വ്യത്യാസം വരും. x² ഗ്രാഫ് ഈ രൂപത്തിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷന്റെ ഒക്കെ ഗ്രാഫുകൾ നോക്കുന്നത്. അടുത്ത നമ്മളുടെ റേഷണൽ നമ്പേഴ്സ് അഥവാ ഭിന്നക സംഖ്യ. ഭിന്നസംഖ്യ നമ്മൾ വ്യത്യാസമുണ്ട്. ഭിന്നക സംഖ്യ, അതായത് p/q രൂപത്തിൽ എഴുതാൻ പറ്റുന്നത് f(x) / g(x). ഈ രൂപത്തിൽ എഴുതാൻ പറ്റുന്ന
ഫംഗ്ഷനെയാണ് നമ്മൾ റാഷണൽ ഫംഗ്ഷൻസ് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, എഫ് ഫ്രം ആർ മൈനസ് സെറ്റ് 0 ടു ആർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. അതായത് ഇവിടെ ഈ ആറിൽ നിന്ന് നമുക്ക് 0 മൈനസ് ചെയ്യണം. അപ്പൊ ആർ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് 0 ആർ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് റിയൽ നമ്പർ ആണെന്ന് അറിയാം. അപ്പൊ അതിൽ മൈനസും പ്ലസും പോയിന്റ് നമ്പർ ഒക്കെ ഉണ്ട്, അതിൽ 0യും ഉണ്ട്. ആ 0 ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള നമ്പറുകളാണ് ആദ്യത്തെ സെറ്റ്. അതിൽ നിന്ന് റിലേഷൻ പിന്നെ ഫംഗ്ഷൻ പോകുന്നത് ആർ എന്ന് പറയുന്ന രണ്ടാമത്തെ സെറ്റിലാണ്. അതിൽ നമുക്ക് ഏതും ആകാം, 0 ഒക്കെ വരാം. അതിനർത്ഥം ഇവിടെ 1/x എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ആണ്. നമുക്ക് വേണമെങ്കിൽ y ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം, 1/x എന്ന് എഴുതാം. അപ്പൊ ഇതിന് കാരണം 0 ഒഴിവാക്കാൻ കാരണം എക്സിന് ഈ ആർ എന്ന് പറയുന്ന നമ്പർ എല്ലാം കൊടുക്കാം, എന്നാൽ 0 പറ്റില്ല എന്നാണ്. കാരണം ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുത്തു കഴിഞ്ഞാൽ 1/0 നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടില്ല. 1/0ന്റെ ആൻസർ കണ്ടെത്തിയില്ല. അതിന് കാരണം എന്താ, നമുക്കൊരു 10/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് 10ൽ എത്ര രണ്ടുകൾ ഉണ്ട് എന്നാണ്, 10ൽ എത്ര രണ്ടുണ്ട് എന്നാണ്. 10ൽ എത്ര രണ്ടുണ്ട്, 5 രണ്ടുകൾ കൂട്ടിയാൽ നമുക്ക് 10 കിട്ടുന്നുണ്ട്. അതേപോലെ 1/0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര 0 കൂട്ടിയാലും നമുക്ക് 1 കിട്ടുക, എത്ര 0 കൂട്ടിയാലും നമുക്ക് 1 കിട്ടില്ലല്ലോ. അതുകൊണ്ട് 1/0ന്റെ ആൻസർ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ 0 ഒഴിവാക്കുന്നത്. സാധാരണ താഴെ ഭിന്നസംഖ്യ രൂപത്തിലൊക്കെ വരുമ്പോൾ താഴെ നമ്പറുകളൊക്കെ 0 വരാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ 1/x ആണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഓരോ ഇതിനും എക്സിന് വൈക്കും എക്സിന് ഓരോ വഴി കൊടുത്താൽ y എത്ര എന്നുള്ളതാണ്. ഇപ്പൊ എക്സിന് നമ്മൾ +1 കൊടുത്തു, 0 കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി അതിൽ -2 കൊടുത്തു. എക്സിന് -2 കൊടുത്താൽ 1/-2 എന്നാണ്. അപ്പോ 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.5 തന്നെയാണ്. അപ്പൊ അതിന്റെ വില എത്ര വരിക, രണ്ട് നമ്പർ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഏതെങ്കിലും ഒന്ന് മൈനസ് ആണെങ്കിൽ ആൻസർ മൈനസ് വരും. അപ്പൊ എക്സിന് -2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പണി കറക്റ്റ് വാല്യൂ നോക്കാം. അതായത് 1/2 തന്നെ വരിക. അതായത് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5. അപ്പോൾ ഇവിടെ നമുക്ക് -0.5 എന്ന് കിട്ടി. ഇനി എക്സിന് -1 കൊടുത്തു കഴിഞ്ഞാലോ 1/-1 എന്ന് വരും. അപ്പൊ അതിന്റെ ആൻസർ എത്ര, -1. ഇനി എക്സിന് നമുക്ക് പിന്നെ 0 കൊടുക്കാൻ കഴിയില്ല പറഞ്ഞു, ഈ 1 കൊടുക്കുക. അപ്പൊ 1 കൊടുത്താൽ 1/1 എന്ന് പറഞ്ഞാൽ 1. എക്സിന് നമുക്ക് 2 കൊടുത്താൽ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5. 1/2 പറഞ്ഞാൽ 1/2 എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ 0.5 എന്ന് കിട്ടും. ഇനി നമുക്ക് 3 ആണ് കൊടുക്കണമെങ്കിലോ 1/3 എന്ന് പറഞ്ഞാൽ എത്ര വരിക, 0.33 എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. ഇനി അതേപോലെ ഇവിടെ -3 ആണെങ്കിൽ -0.33 എന്ന രൂപത്തിൽ വരും. ഇനി ഇവിടെ 4 കൊടുത്തു കഴിഞ്ഞാൽ 1/4 എത്രയാണ്, 1/4 ഭാഗം. അപ്പൊ എത്ര വരിക, 2.5. അതേപോലെ അപ്പുറത്ത് -4 ആണെങ്കിൽ -0.25 എന്ന് കിട്ടും. അപ്പൊ താഴെ നമ്പർ വലുതായി വരുമ്പോൾ നമ്മുടെ ആൻസർ ഏതിലേക്ക് ചെറുതായി വരുന്നുണ്ട്, 0ന്റെ അടുത്തേക്ക് ചെറുതായി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ച് നോക്കാം. ഇപ്പൊ 1 ആണെങ്കിൽ 1, ഇപ്പൊ 1ന്റെ സ്ഥാനത്ത് നമ്മൾ 1 കൊടുത്തു. ഇനി 2 ആയപ്പോ 0.5. അപ്പൊ x 2 ആണെങ്കിൽ ഇതിന്റെ ആൻസർ 2.5 ആണ്. ഇനി x 3 ആയപ്പോൾ 0.33 എന്നുള്ള ഇതിലാണ് വരുന്നത്. 0.5നേക്കാൾ താഴെ വരും, 33 എന്നുള്ള രൂപത്തിൽ. ഇനി x 4 ആയാൽ 0.25. x 4 ആകുമ്പോൾ 1/4 ആണ്, 1/4 ഭാഗം. 1/4 എന്ന് പറഞ്ഞാൽ 1/2 0.5 ആണെങ്കിൽ അതിന്റെ പകുതി 0.25. അപ്പോൾ 4 ആയി കഴിഞ്ഞാൽ വീണ്ടും എന്തായാലും 0 വരില്ല, 0യുടെ അടുത്തായിട്ട് വരും. ഇതേപോലെ നമ്മുടെ ആൻസർ ഈ രൂപത്തിൽ വന്നു. ഇനി ഇതിൽ നമുക്ക് ഇവിടെ 0.5 കൊടുത്തിട്ടില്ല. താഴെ ഇത് നമ്മൾ -1 ആണ് കൊടുത്തത്. ഇനി എക്സിന്റെ സ്ഥാനത്ത് 0.5 ആണ് കൊടുത്തതെങ്കിലോ അതൊക്കെ വരാം. 0.5 എന്ന് പറഞ്ഞാൽ 1ൽ എത്ര 0.5 ഉണ്ട്, 0.5 എന്ന് പറഞ്ഞാൽ 1/2. അപ്പൊ 1ൽ എത്ര 1/2 ഉണ്ട്, 2 എണ്ണം. അപ്പോൾ 0.5 ആണെങ്കിൽ നമ്മുടെ ആൻസർ ഇവിടെ 2 വരും. ഇനി 0.25 എന്ന് പറഞ്ഞാൽ 1/4 ഭാഗമാണ്. അപ്പോൾ 1ൽ എത്ര കാലുണ്ട്, 4 കാലുകൾ ചേർന്നാൽ നമുക്ക് 1 കിട്ടി. ക്വാർട്ടർ, 1/4 എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ. അപ്പോൾ 4. അപ്പോൾ ഇവിടെ ഇതിപ്പോ 0.5 ആണെങ്കിൽ അതിന്റെ പകുതിയാണ് 2.25 വരിക. അതാകുമ്പോൾ നമുക്ക് 4 കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രാഫ് മുകളിൽ ഇങ്ങനെ വരും. ഇതിപ്പോ പോസിറ്റീവ് നമ്പർ, എക്സിന് പകരം പോസിറ്റീവ് നമ്പർ എടുത്ത ഗ്രാഫാണ്. ഇതിങ്ങനെ ഇങ്ങനെ താഴേക്ക് വരും, എന്നാൽ 0യുമായി തട്ടിച്ച് വരില്ല. ഈ y വാല്യൂ 0യിലേക്ക് വരില്ല, തൊട്ടടുത്ത് വരും എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി ഇതേപോലെ നമുക്ക് -1 കൊടുത്താൽ -1 വരും, -2 കൊടുത്താൽ -0.5 ആണ്.
ഇതേപോലെ നമുക്ക് ഇതേ ഗ്രാഫും ഇങ്ങനെ തന്നെ വരുന്നത്. അതേപോലെ -3 കൊടുത്തു കഴിഞ്ഞാൽ -3.3 എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെയും ഗ്രാഫ് നമുക്ക് ഇങ്ങനെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇതിന് തൊട്ടടുത്താണ് വരിക. ഇങ്ങനെ അവിടെ നമ്പർ ചെയ്തുകൊണ്ടാണ് അത് വരക്കാൻ കഴിയാത്തത്. ഈ രൂപത്തിൽ ഇതിന്റെ താഴെയും ഇങ്ങനെ നമുക്ക് വരും. അപ്പോൾ ഇതാണ് എന്താ പറയുക റാഷണൽ ഫങ്ഷൻസ്. അത് നമുക്ക് ഇവിടെ എക്സാമ്പിൾ എന്നാണ് 1/x. നേരത്തെ പോളിനോമിയൽ പറഞ്ഞ പോലെ വേറെയും ഒരുപാട് ഫങ്ഷൻസ് വരും മുകളിലും താഴെയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് 1/xന്റെ. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനും ഡിഫറെൻ്റ് ആയിരിക്കും. അഞ്ചാമത്തെ ഗ്രാഫാണ് മോഡുലസ് ഫംഗ്ഷൻ. അപ്പോൾ മോഡുലസ് നമ്മൾ മുമ്പേ കേട്ടിട്ടുള്ളതാണ്. ഇതേ രൂപത്തിൽ f(x) = മോഡുലസ് എക്സ്. അപ്പോൾ ഈ മോഡുലസിന്റെ ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിൽ എന്ത് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ 2. ഇനി -2 ആണ് കൊടുത്തതെങ്കിലോ മോഡുലസ് -2 ആണെങ്കിൽ അതിന്റെ ആൻസറും 2 ആണ്. എന്നാൽ ശ്രദ്ധിക്കുക, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 3 - 2 വന്നു. അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ വേറെ വേറെ ആക്കാൻ കഴിയില്ല. 3യിൽ നിന്ന് 2 കുറച്ച് ആൻസർ എഴുതുക. 3യിൽ നിന്ന് 2 കുറച്ചാൽ 1 ആണ് മോഡുലസ് 1. അത് ഇങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞാലോ ഇപ്പോൾ 4 - 6 ഇതിന്റെ ആൻസർ എത്ര -2 മോഡുലസ് വരും =2. അപ്പോൾ ഈ രൂപത്തിലാണ് നമുക്ക് മോഡുലസ് ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ അതിനെ ഈ രൂപത്തിലേക്ക് നമുക്ക് മാറ്റി എഴുതാം. f(x) = x. f(x) എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ x ആണ്. എപ്പോ x > or = 0 എന്ന് പറഞ്ഞാൽ x-ന്റെ വില 0യോ അതിന് മുകളിലോ വന്നു കഴിഞ്ഞാൽ ആ നമ്പർ x തന്നെയാണ്. ഇപ്പൊ x-ന്റെ വില 0ക്ക് മുകളിൽ 1 ആണ് വന്നതെങ്കിൽ x 1 ആണ്. 2 വന്നു കഴിഞ്ഞാലോ x 2 ആണ്. 3 വന്നു കഴിഞ്ഞാൽ x 3 ആണ്. അപ്പോൾ അതാണ് f(x) = x, x > or = 0. ഇനി രണ്ടാമത്തേത് f(x) = -x. അപ്പോൾ x < 0. അപ്പോൾ -x ആവണമെങ്കിൽ x-ന്റെ വില എന്തായിരിക്കണം <0 ആകണം. അപ്പോൾ x-നേക്കാൾ ചെറുതായാൽ മാത്രമേ ഉള്ളൂ -x വരും. അതായത് x-ന്റെ വില -1 ആണെങ്കിൽ 0-നേക്കാൾ ചെറുതായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x-ന്റെ വില എത്ര വരും -1. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ മൈനസ് നമ്മുടെ ഇക്വേഷനിലുള്ളതാണ്. ഇനി x-ന്റെ വില -1 ആണ്. അപ്പോൾ 2 മൈനസ് അതുണ്ടാവും, അതും +1 ആവും. അപ്പോൾ അതിനെ പ്ലസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മൈനസ് കൊടുത്തിരിക്കുന്നത്. ഇനി x-ന്റെ വില -2 ആണെങ്കിലോ ഇവിടെ മൈനസ് ഉണ്ട്, x-ന് ഒരു -2 വേറെ വരും. അപ്പോൾ 2 മൈനസ് പ്ലസ് ആകും, +2. അപ്പോൾ നമുക്ക് മൈനസിലെ നമ്പർ ആണെങ്കിലും പ്ലസിലെ നമ്പർ ആണെങ്കിലും ഏത് കൊടുത്തു കഴിഞ്ഞാലും ആൻസർ എപ്പോഴും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ x-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 0ക്ക് മുകളിലാണ്, അപ്പോൾ 1 തന്നെ വരിക. 2 കൊടുത്തു കഴിഞ്ഞാൽ 2 വരും. 3 കൊടുത്തു കഴിഞ്ഞാൽ 3 വരും. അതേപോലെ 0 കൊടുത്താൽ 0 തന്നെയാണ്. ഈ -1 കൊടുത്താലും 1 ആണ്. കാരണം -1ന്റെ പോസിറ്റീവ് നമ്പർ മാറ്റിക്കളയും. മോഡുലസ് നെഗറ്റീവ് നമ്പർ മാറ്റിക്കളയും. ഇനി -2 ആണെങ്കിൽ അതിന് തരും 2 വരും. -3 ആണെങ്കിലും അത് തരും 3 വരും. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്. നേരെ മുകളിലേക്ക് പോകുന്നുണ്ട്, ഒരു വി ഷേപ്പ് കുത്തനെ വരുന്ന രൂപത്തിൽ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ 0.5 ഉണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ ഇവിടെ 0.5 ആയിരിക്കും. ഇവിടെ -0.5 ആണെങ്കിലോ -0.5. അപ്പോൾ അങ്ങനെ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും അതിന്റെ ആൻസർ ഒക്കെ എന്തായിരിക്കും പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ ഇതാണ് മോഡുലസ് ഫംഗ്ഷൻ, അതിന്റെ ഗ്രാഫ്. ഇനി ആറാമത്തെ ഗ്രാഫ്, ഇത് രണ്ട് രീതിയിൽ വായിക്കാറുണ്ട്. സൈനം ഫംഗ്ഷൻ എന്നും സിഗ്നം ഫംഗ്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ സൈനം ഫംഗ്ഷൻ f ഫ്രം r to r, റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ് ഫംഗ്ഷൻ പോകുന്നത്. f(x) = 1 if x > 0. അതായത് x-ന്റെ വില 0-നേക്കാൾ മുകളിലാണെങ്കിൽ അത് 1 ആണ്. 0-ന്റെ മുകളിൽ ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും അതിന്റെ y ആക്സിസിലുള്ള നമ്പർ ഏതാ വരിക, വാല്യൂ, അത് 1 ആണ് വരിക. പിന്നെ 0 if x = 0, x-ന്റെ വില 0 ആണെങ്കിൽ അതിന്റെ y 0 തന്നെയാണ്. -1 if x < 0, x എന്ന് പറയുന്ന നമ്പർ 0-നേക്കാൾ ചെറുതായി കഴിഞ്ഞാൽ മൈനസ് നമ്പറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ -1 ആണ്. അപ്പൊ ഇതിൽ നോക്കാം, നമുക്ക് x-ന്റെ വില 0 ആണെങ്കിൽ y 0 തന്നെയാണ്. അപ്പൊ അവിടെ 0 വന്നു. ഇനി x-ന്റെ വിലകൾ പോസിറ്റീവ് നമ്പർ ആയി കഴിഞ്ഞാൽ 0-ന്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു x-ന്റെ വില 0-യേക്കാൾ വലുത് വേണമെന്നാണ്. അപ്പോൾ 1ഓ 2ഓ ഏത് വന്നു കഴിഞ്ഞാലും അതിന്റെ ആൻസർ 1 തന്നെയാണ്. അതായത് x-ന്റെ വില 0.5 ആണെങ്കിൽ അതും 1 തന്നെയാണ്, y-ൽ 1 ആണ്. x-ന്റെ വില 1 ആണെങ്കിൽ y ആക്സിസിൽ 1 ആണ് നോക്കേണ്ടത്. x-ന്റെ വില 2 ആണെങ്കിലും 1 നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഏതാണെങ്കിലും ഇതൊക്കെ 1 തന്നെയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ
സീറോന്റെ വില 0 ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു റൗണ്ട് കൊടുക്കണം. അതിനർത്ഥം എക്സിന്റെ വില 0 ആണെങ്കിൽ 1 അല്ല, 1 അതിൽ പെടില്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഒരു റൗണ്ട് കൊടുക്കുന്നത്. എക്സിന്റെ വില 0 ആണെങ്കിൽ 0 തന്നെയാണ്. 0ക്ക് ശേഷം ഏത് നമ്പർ വന്നു കഴിഞ്ഞാൽ 0.1 എന്നാലൊക്കെ അതിന്റെ ആൻസർ എത്രയാണ്? 1 തന്നെയാണ്. ഇതേപോലെ മൈനസിലെ നമ്പർ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 0ക്ക് 0 വരാത്തതുകൊണ്ട് ഒരു റൗണ്ട് കൊടുക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ നമ്പറുകളും -1 ആണ് ആൻസർ വരിക. അപ്പൊ ഇവിടെ ഇടയ്ക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്, ഒരു സൈനം ഫംഗ്ഷനിൽ f(23) എത്രയാണെന്ന് ചോദിക്കും. അപ്പൊ 23 എന്നുള്ളത് എക്സിനേക്കാൾ വലിയ 0നേക്കാൾ വലിയ നമ്പർ അല്ലേ? പോസിറ്റീവ് നമ്പർ ഏത് നമ്പർ ആയി കഴിഞ്ഞാലും അതിന്റെ ആൻസർ എത്രയാണ്? 1 ആണ്. അപ്പൊ f(23)ന്റെ ആൻസർ 1 ആണ്. ഈ മൈനസിലെ നമ്പർ ആണെങ്കിലോ അത് -1 ആയിരിക്കും. അപ്പൊ ഈ രൂപത്തിലാണ് നമ്മുടെ സൈനം ഫംഗ്ഷൻ. ഈ നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ഫംഗ്ഷൻ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ആണ് ലാസ്റ്റത്തെ. അതായത് f from r to r f of x equal to greatest integer of x. അപ്പോ ഈ ഗ്രേറ്റസ്റ്റ് ഇന്റിജറിന്റെ ചിഹ്നം ഈ രൂപത്തിലാണ് കൊടുക്കുന്നത്. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇന്റിജറിന്റെ ഇന്റിജർ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4 അതേപോലെ അതിന്റെ മൈനസ് നമ്പർ -1, -2, -3 ഈ നമ്പേഴ്സിന് മാത്രമേ വരുള്ളൂ. അതിൽ പോയിന്റ് ഒന്നും വരില്ല. അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ആ നമ്പർ നോക്കുക. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോൾ 0.5 ഇതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 തന്നെയാണ്. കാരണം ഈ 0.5 ഏത് കഴിഞ്ഞിട്ടാണ്, അതായത് മൈനസിലെ നമ്പർ പോസിറ്റീവ് നമ്പർ 0 ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ 0.5 ഏത് കഴിഞ്ഞിട്ടാണ്? 0 കഴിഞ്ഞിട്ടാണ് 0.5 വരുന്നത്. അപ്പോൾ അത് 0 ആണ്. അപ്പൊ 0 മുതൽ 1 വരെയുള്ള അതിന്റെ ആൻസർ ഒക്കെ 0 ആണ്. അതായത് 0.7 അത് കഴിഞ്ഞാലും 0 ആണ്. ഇനി 1 ആയി കഴിഞ്ഞാലും, അപ്പൊ 0 ആയി കഴിഞ്ഞാലും നമുക്ക് 0 തന്നെ വരാം. ഇനി 1 ആയി കഴിഞ്ഞാൽ അതിന്റെ ആൻസർ 1 തന്നെയാണ്. ഇനി 1.1 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. 1.2 എന്ന് പറഞ്ഞാൽ അതും എത്രയാണ്? 1 ആണ്. എന്നാൽ 2.1 എന്ന് പറഞ്ഞാലോ അത് 2 ആണ്. ഇതിലുള്ള ഏറ്റവും ചെറുത് എടുക്കുക. അതായത് ഏത് നമ്പർ കഴിഞ്ഞിട്ടാണോ ഈ പോയിന്റ് നമ്പർ വരുന്നത് നോക്കുക. അപ്പൊ അത് തൊട്ട് മുമ്പത്തെ. ഇതേപോലെ മൈനസിലെ നമ്പർ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ -0.5 എത്ര വരിക? അത് 0 അല്ല, തെറ്റിക്കാറുണ്ട് കുറെ പേര്. എന്താണ്? ഇതാണ് -0.5 ഇവിടെ വരിക. അപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പ് വരുന്നത് -1 ആണ്. അതേപോലെ -1.1 എത്ര വരിക? അത് -2 ആണ്. -1 ഇതാണ് -1.1 ഇവിടെ വരിക. അപ്പൊ തൊട്ടുമ്പ് വരുന്നത് ഇവിടെ അങ്ങോട്ടാണ് നമ്മൾ നമ്പർ സിസ്റ്റം പോകുന്നത് നോക്കുന്നത്. അപ്പൊ തൊട്ടുമ്പ് വരുന്നത് -2 ആണ്. ഇപ്പൊ -1.3 വന്നാലും അത് എത്രയാണ്? -2. അപ്പൊ ഈ രൂപത്തിലാണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്. അപ്പൊ ഇതില് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ എക്സിന് 0 കൊടുത്താൽ 0 തന്നെയാണ്. 0.5 0.6 ഏത് കൊടുത്തു കഴിഞ്ഞാലും ഒക്കെ 0 തന്നെയാണ്. അപ്പൊ നമുക്ക് അതിന് ഗ്രാഫ് ഇങ്ങനെ വരും. എന്നാൽ ഈ 1 വരില്ല അവിടെ. അപ്പൊ അതുകൊണ്ട് ഒഴിവാക്കണം 1നെ. ഇനി 1 വന്നു കഴിഞ്ഞാൽ ഏത് ആൻസർ? അത് 1 തന്നെയാണ്. 1.1 വന്നാലോ അതും 1 തന്നെ. 1.2 വന്നാൽ അതും 1 തന്നെയാണ്. അപ്പോൾ ഈ ലൈൻ ഇങ്ങനെ പോകും. 2 വരില്ല. അപ്പൊ 2ന്റെ നേരെ ഒരു റൗണ്ട് കൊടുക്കുക. ആ 2 ഉൾപ്പെടില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി 2 വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ 2 ആണ്. അങ്ങനെ 3 വരെ വരും. 3 വരില്ല. അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഇവിടെ എങ്ങനെ വരും? ഈ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ 0.5 വന്നു കഴിഞ്ഞാൽ -1 ആണ്. സോറി, -1 ആണ് ഇതിന്റെ ആൻസർ വരിക. അപ്പോൾ അത് ഇനി -6 വന്നു കഴിഞ്ഞാൽ ഒക്കെ തന്നെ വരുന്നത്. ഈ 0 വരില്ല. അപ്പോൾ നമ്മൾ ഇവിടെ റൗണ്ട് കൊടുത്തു, ഇങ്ങനെ വരച്ചു. 0 ഇതിൽ വരില്ല. 0ന്റെ 0 ആണ് വരുന്നത്. ഇനി അതേപോലെ -1.1 വന്നു കഴിഞ്ഞാൽ നമുക്ക് -2 ആണ്. -1.2 ഒക്കെ ആണെങ്കിൽ -2 ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇവിടെ -2 ഇതാണ് ഈ രൂപത്തിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ -1ന് നേരത്തെ റൗണ്ട് വരും ഗ്രാഫ്. അപ്പൊ നമ്മുടെ ഗ്രാഫ് ഈ രൂപത്തിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഫോക്കസ് ഏരിയയിൽ വരുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.